നമ്മളെ വീണ്ടും പുതിയൊരു വർക്കുമായിട്ട് വന്നിട്ടുണ്ട്. അത്യാവശ്യം ഹെവി ആയിട്ടുള്ളൊരു വർക്കാണ് ഇപ്രാവശ്യത്തെ. അതായത് ഒരു ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിൽ ഓട്ട് 42 അടി ലെങ്തിൽ ഫ്രണ്ടിലോട്ട് ഷീറ്റ് ഇടാനുള്ള പരിപാടിയാണ്. 42 അടി ലെങ്തിൽ ഷീറ്റ് ഇടുമ്പം അതിൻ്റെ രണ്ട് സൈഡിലോട്ടും കൂടി ഏകദേശം ഒരു 55-60 അടിയോളം നീളത്തിൽ ഷീറ്റ് ഇടാനുള്ള പരിപാടിയായിട്ടാണ് നമ്മൾ ഇപ്രാവശ്യം വന്നിട്ടുള്ളത്. ഇപ്രാവശ്യം നമ്മുടെ വർക്ക് തുടക്കം തൊട്ടേ ലേശം റിസ്ക് ആയിരുന്നു. കാരണം 6 മീറ്റർ ഉയരത്തിൽ തൂണുണ്ട്. തൂണിനാണെങ്കിൽ തന്നെ നല്ല നല്ല പൈപ്പാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. തൂണിന് കുഴിയെടുക്കൽ ഭയങ്കര ടാസ്ക് ആയിരുന്നു. അത്യാവശ്യം ചീങ്കയുള്ളൊരു ഏരിയയിലായിരുന്നു നമ്മുടെ വർക്ക്. 8 തൂണേ ഉള്ളൂ. 8 തൂണെടുക്കാൻ തന്നെ നമ്മൾ ഏകദേശം ഒരു ഉച്ചപ്പണിയിലധികം ഒരു ദിവസത്തെ മെനക്കേടായിരുന്നു 8 തൂണിൻ്റെ പരിപാടി ഒന്ന് റെഡിയാക്കി എടുക്കൽ. കാരണം അത്രയ്ക്കും ചീങ്കയായിരുന്നു. അത് കുത്തി കാരണം അത്യാവശ്യം സ്ട്രോങ് ചെയ്യേണ്ടതല്ലേ. അത്രയും ഉയരത്തിൽ 6 മീറ്റർ ഏറ്റവും അടിവശത്ത് തന്നെ വരുന്നുണ്ട്. അതിനെക്കാട്ടും കൂടുതൽ ഫ്രണ്ടിലോട്ട് ഉള്ള തൂണുകൾക്ക് വരുന്നുണ്ട്. പിന്നെ ഒരു സൈഡിൽ ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിൽ നിന്നാണ് നമ്മൾ വർക്ക് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിലൊരു ബീം അടിച്ചിട്ട് വർക്ക് തുടങ്ങുന്നതുകൊണ്ട് തന്നെ ആ സൈഡിൽ തൂണ് തന്നെ വന്നിട്ടില്ല. പിന്നെ 42 അടി ലെങ്തിൽ 4-2-ന് 2 ബീം അടിക്കണം. അപ്പോൾ അതിനനുസരിച്ച് തൂണ് റെഡിയാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. 2 സെറ്റ് തൂണ് റെഡിയാക്കി കഴിയുമ്പോൾ പിന്നെ അതിൻ്റെ മേലെ 4-2-ന് ഉത്തരം. അത് നമ്മൾ 4-2 സജസ്റ്റ് ചെയ്തിട്ടുള്ളൂ. കാരണം ഓവർ ഹെവി ആക്കണ്ട എന്നുള്ളൊരു തീരുമാനം. കാരണം ഇതൊരു ബിൽഡിങ് എന്നാ പറയണ്ടേ, പെർമനൻ്റ് ഒരു ബിൽഡിങ് കാര്യങ്ങളൊന്നും ആയിരിക്കില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഓവർ ഹെവി ആക്കണ്ട. പിന്നെ ഭാവിയിൽ ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് തട്ട് കാര്യങ്ങളൊക്കെ വന്ന് മൊത്തത്തിൽ സ്ട്രോങ് ആകും. മേലോട്ടുള്ള പൈപ്പുകൾക്കെല്ലാം കുത്തു തന്നെ വരും. അപ്പം 2 തട്ടായിട്ട് ഹൈറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പോൾ സാധനം സ്റ്റോർ ചെയ്യാനൊക്കെ അപ്പോൾ ഫുൾ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ വരും. അതിൻ്റെ കൂടെ തന്നെ ബാക്കി പണിയായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാം 4-2 സിംഗിൾ പൈപ്പിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. കഴുക്കോലായിട്ടും നമ്മൾ അതുകൊണ്ട് തന്നെ 4-2 മൊത്തത്തിൽ എടുത്തിരിക്കുന്നത്. തൂണിൻ്റെ ഹൈറ്റ് അത്രയും ഉള്ളതുകൊണ്ട് തന്നെ ഫുള്ള് സ്കഫോൾഡിങ്ങിലുള്ള പരിപാടിയാണ്. സ്കഫോൾഡിങ് വളരെയധികം ഉപകാരപ്പെട്ട ഒരു സൈറ്റ് കൂടിയാണിത്. 2 സൈഡിൽ സ്കഫോൾഡിങ് കാര്യങ്ങൾ എല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ നമ്മൾ ഏണി കാര്യങ്ങളെല്ലാം യൂസ് ചെയ്തിട്ടുള്ള ഒരു സൈറ്റാണ്. കാരണം പിന്നെ അത്രയും ഉയരം വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മേലെ കയറ്റി വെച്ച് അതൊക്കെ കയറ്റൽ കുറച്ച് കയറൊക്കെ ഇട്ട് പിടിച്ചിട്ട് കുറച്ച് റിസ്ക് തന്നെയായിരുന്നു കയറലും പരിപാടികളൊക്കെ. പിന്നെ പരമാവധി സ്പീഡിലല്ലേ നമ്മളെ പണിക്കാരെല്ലാം നല്ല അടിപൊളി പരിപാടിയൊക്കെ ആയതുകൊണ്ട് സ്പീഡിൽ തന്നെ എല്ലാ വർക്കുകളും ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ നല്ല വെയിൽ, പിന്നെ കുറേ കാലം കൊണ്ടിട്ട് നല്ല വെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടിൻ്റെ വർക്കൊക്കെ ചെയ്യുന്ന അങ്ങനെ പറയണ്ട, അതൊക്കെ അത്യാവശ്യം തണലുണ്ടാകും. ഇത് ഫുൾ ഏരിയയിൽ ഫുള്ളായിട്ട് വെയിൽ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു സൈറ്റായിരുന്നു. പിന്നെ അത്യാവശ്യം കാറ്റടിക്കുന്ന ഒരു ഏരിയയാണ്. പിന്നെ അതുകൊണ്ട് തന്നെ കുറച്ചൊരു സുഖം കിട്ടിയിട്ടുണ്ട്. 2 സെറ്റ് തൂണ്, തൂണിൻ്റെ മുകളിൽ 2 സെറ്റ് ബീം, അതായത് ഏറ്റവും അടിയിലും പിന്നെ നടുക്കും. പിന്നെ ഫ്രണ്ടിലോട്ട് അത്രയും വരുന്നുണ്ടല്ലോ. അപ്പം 2 സെറ്റ് തൂണ് കൊടുക്കുന്നതിന് ബുദ്ധിമുട്ടില്ലാത്തതുകൊണ്ടാണ്. അല്ലെ ഒറ്റയടിക്കൊക്കെ ഡ്രസ്സ് അടിച്ച് കയറ്റേണ്ട ആവശ്യം ഇവിടെ ഇല്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ എല്ലാം സിംഗിൾ പൈപ്പിലേക്ക് പരമാവധി ചിലവ് കുറഞ്ഞിരിക്കണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം കൂടിയായിരുന്നു. കാരണം പിന്നെ എന്താ പറയുക, ഞാൻ ആദ്യം പറഞ്ഞില്ലേ, പെർമനൻറ്റ് ഒരു സൊല്യൂഷൻ അല്ല. പിന്നെ സാധനം ലോഡ് ചെയ്യാനും ഉള്ള ഒരു ഷെഡ് ഓൾറെഡി ഉണ്ട്. അതിൻ്റെ ഫ്രണ്ടിലോട്ടൊരു എക്സ്റ്റെൻഡ് ചെയ്തെടുക്കുന്നു. പിന്നെ തട്ടായിട്ട് സാധനം സ്റ്റോർ ചെയ്യണം. അപ്പം മൊത്തത്തിൽ വരുമ്പോൾ സപ്പോർട്ട് കാര്യങ്ങളെല്ലാം വരുമ്പോൾ സപ്പോർട്ട് വരുമ്പോഴത്തേക്കും ബലമായിക്കോളും. ബീമൊക്കെ എന്ന് പറഞ്ഞാൽ താഴെ 2 പേര് 2 സൈഡിൽ നിന്നിട്ട് പിന്നെ താഴേന്ന് കയറിട്ട് വലിച്ച് അടിയിൽ നിന്ന് ഒരാൾ വലിച്ചു കൊടുക്കും, മേലോട്ട് വലിച്ച് കയറ്റി അതിൻ്റെ മേലെ വെക്കുന്ന പരിപാടിയാണ്. അതുകൊണ്ട് കുറച്ച് റിസ്ക് ഉണ്ടോ എന്ന് വെച്ചാൽ റിസ്ക് ഉണ്ട്. റിസ്ക് ഇല്ലാണ്ട് പരിപാടി നടക്കില്ലല്ലോ. അപ്പം അങ്ങനെ ചെയ്തൊരു വർക്കായിരുന്നു. നമ്മൾ പെട്ടെന്ന് തീർക്കാമെന്നൊക്കെ പ്രതീക്ഷിച്ച് വന്ന ഒരു വർക്കായിരുന്നു. അപ്പോൾ ആദ്യം നമ്മളോട് ഒരു 5 മീറ്റർ ഹൈറ്റ് വരെയൊക്കെ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് പെട്ടെന്ന് ഇവിടെ വന്നപ്പോഴത്തേക്ക് 1 മീറ്ററും കൂടി കൂട്ടി 6 മീറ്റർ ഹൈറ്റായി. അപ്പോഴത്തേക്ക് അങ്ങനെ വന്നപ്പോൾ 1 മീറ്റർ മൊത്തത്തിൽ കൂടിയപ്പോഴത്തേന് തന്നെ പണി മൊത്തത്തിൽ റിസ്ക്കായി മാറി. കാരണം തൂണ് വെക്കലും തൂണിൻ്റെ കുഴി കുത്തൽ, ആദ്യത്തെ ദിവസം നമ്മൾ തൂണ് നാട്ടിൽ മാത്രമേ നമ്മളെ കൊണ്ട് നടന്നിട്ടുള്ളൂ. ബീം വെക്കാനൊന്നും പറ്റുന്ന ഉള്ള പ്രതീക്ഷയിലായിരുന്നു നമ്മൾ വന്നത്. പിന്നെ 2-ാമത്തെ ദിവസം ബീം കയറ്റൽ കാര്യങ്ങൾ, പിന്നെ ഭിത്തി സൈഡിൽ, ഭിത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിലൊരു ബീം കാര്യങ്ങളൊക്കെ വെക്കൽ മാത്രമേ നമ്മളെ കൊണ്ട് നടന്നിട്ടുള്ളൂ. പിന്നെ കഴുക്കോലെല്ലാം ജോയിൻ്റ് ആക്കി റെഡിയാക്കി പെയിൻ്റ് അടിച്ച് റെഡിയാക്കുവാണ് നമ്മൾ 2-ാം ദിവസത്തെ വർക്കിൽ ചെയ്തിട്ടുള്ളത്. കാരണം ആകെ 2 ദിവസം കൊണ്ട് നമുക്ക് നീങ്ങിയ വർക്ക് അത്രയാണ്. നമ്മൾ പിന്നെ 3 ദിവസം കൊണ്ടൊക്കെ തീർക്കണം എന്ന് പ്രതീക്ഷിച്ച് വന്നൊരു വർക്കാണ് അത്രയും. കാരണം അങ്ങനെയായിരുന്നു നമ്മുടെ ഉദ്ദേശം, അങ്ങനെ തീർക്കുന്നുള്ളൊരു പ്രതീക്ഷയിൽ വന്ന വർക്ക്. പക്ഷേ 2 ദിവസമായിട്ടും അത്രയേ ആയുള്ളൂ. അപ്പോൾ 3-ാം ദിവസമാണ് നമ്മുടെ പരിപാടിയുടെ മെയിനായിട്ടുള്ള നടക്കുന്നത്. 3-ാം ദിവസം നമ്മൾ രാവിലെ തന്നെ കഴുക്കോല് കയറ്റുന്ന പരിപാടികൾ ആരംഭിച്ചിട്ടുണ്ട്. കുറച്ച് റിസ്ക് എടുത്തിട്ട് പിന്നെ സ്കഫോൾഡിങ് 2 സെറ്റ് അപ്പുറം ഇപ്പുറം ഇട്ട് ഫ്രണ്ടിൽ സ്റ്റാൻഡ് ഇട്ടു. അങ്ങനെ കഴുക്കോല് സിംഗിൾ പൈപ്പാണ് നമ്മൾ ഫ്രണ്ടിൽ നിന്ന് ഫുള്ള് തള്ളി, ഫ്രണ്ടിൽ ഇഷ്ടം പോലെ സ്പേസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവിടുന്ന് തള്ളി ഒറ്റയടിക്ക് കയറ്റാനുള്ള പരിപാടിയാണ്. കാരണം അത്രയും കഴുക്കോലേ വരുന്നുള്ളൂ. അത് സ്പീഡിൽ എല്ലാം കൂടി ആദ്യം തന്നെ കഴുക്കോലെല്ലാം മേലെ കയറ്റി വെച്ച് പെയിൻ്റെല്ലാം അടിച്ച് വെച്ചതായിരുന്നു. പെയിൻ്റ് അടിച്ച് കുറേ വരഞ്ഞെല്ലാം പോയി, കാരണം ഇത്രയും തള്ളിയൊക്കെ കയറ്റേണ്ടതുകൊണ്ട്.
അപ്പം അതെല്ലാം കയറ്റി തന്നെ പരമാവധി രാവിലെ തന്നെ നമ്മൾ വർക്കൊക്കെ തുടങ്ങി. കാരണം വെയിലൊക്കെ ഉണ്ട്. വെയിലൊക്കെ രാവിലെ തുടങ്ങി എന്ന് പറഞ്ഞാൽ 8 മണി തൊട്ടേ വെയിലാണ്. വെയിലിനെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പിന്നെ അത്യാവശ്യം കാറ്റൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ ക്ഷീണങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു സൈറ്റായിരുന്നു. ഷീറ്റെല്ലാം കഴുക്കോലെല്ലാം കയറ്റി കഴിയുമ്പോൾ ഉള്ള വ്യൂ കാണാം. നല്ല ആകാശത്തിൻ്റെ വ്യൂ, നല്ല നീലകമയമായിട്ടുള്ള വ്യൂ എല്ലാം കാണാൻ നല്ല സ്റ്റൈലാണ്. അപ്പോൾ കഴുക്കോലിൻ്റെ വർക്കെല്ലാം നമ്മൾ സ്പീഡിൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ മെയിൻ ടാസ്ക് പട്ടിക അടിക്കലാണ്. പട്ടികയിലും ഇതേപോലെ പെയിൻ്റെല്ലാം അടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പട്ടിക കുറച്ച് ദുരിതമാണ്. കാരണം കുറേ പഴയ പൈപ്പ്, കഴുക്കോലിനും അതേ അവസ്ഥയായിരുന്നു. കുറേ പഴയ പൈപ്പുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ജോയിൻ്റ് ആക്കി എടുക്കേണ്ടതുകൊണ്ട് കുറച്ച് താമസം വന്നു. പിന്നെ പട്ടികയുടെ അവസ്ഥയും അതേ സെയിം അവസ്ഥ. കുറേ 2 കുന്നിൻ്റെ പൈപ്പ് ഉണ്ടായിരുന്നു അവിടെ പഴയത്. അത് കുറേ വെൽഡിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കട്ട് ചെയ്തെടുക്കണം. പിന്നെ നമ്മൾ രണ്ടാമത് കുറേ 1 കുന്നിൻ്റെ പൈപ്പാണ് വാങ്ങിച്ചത്. കാരണം 1.5 പൈപ്പ് വാങ്ങാമെന്നായിരുന്നു പ്ലാന്. പിന്നെ അവർ ചിലവ് കുറക്കണം എന്ന് പറഞ്ഞു. പിന്നെ 2 കുന്നിൻ്റെ പൈപ്പിൻ്റെ മേലെ പിന്നെ അതേ ഹൈറ്റ് കിട്ടണമെങ്കിൽ 2 കുന്ന് കടത്തിയിട്ടല്ലേ 1.1 ഹൈറ്റ് കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ 1.1 പൈപ്പാണ് ബാക്കിയും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഏകദേശം ഒരു 90 സെൻറ്റിമീറ്റർ ഗ്യാപ്പിൽ തന്നെ അടിച്ചത്. കാരണം പിന്നെ നമുക്ക് കയറിയൊക്കെ നടക്കേണ്ടതല്ലേ. പിന്നെ മുകളിലെല്ലാം കയറി സ്ക്രൂ ഒക്കെ അടിക്കാൻ അത്യാവശ്യം എളുപ്പം കിട്ടുന്നതുകൊണ്ട് 2 പട്ടിക ലാഭിക്കാനൊന്നും നോക്കിയില്ല. നമ്മൾ അത്രയും അടുപ്പിച്ച് തന്നെ അടിച്ചു ചെയ്തു, കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. 3-ാം ദിവസത്തെ വർക്കെല്ലാം നമ്മൾ നല്ല സ്പീഡായിരുന്നു. രാവിലെ തന്നെ കഴുക്കോല് കയറ്റി, പിന്നെ പട്ടികയുടെ പണി നടന്നു. പിന്നെ അതുപോലെ തന്നെ പെയിൻറ്റിങ്, ടച്ചപ്പ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടായിന്. കാരണം വെൽഡ് ചെയ്തെടുത്തെല്ലാം ടച്ചിങ് അങ്ങനെയുള്ള എല്ലാ പണികളും തന്നെ സ്പീഡിൽ തീർന്നു. കാരണം പിന്നെ ഒറ്റ നീളത്തിലുള്ള പട്ടികയാക്കിയിട്ട് മേലെ കയറ്റിയിട്ട് ജോയിൻ്റ് അടിച്ചു. അപ്പോൾ സ്കഫോൾഡിങ് നീക്കിയിട്ട് സ്പീഡിൽ പരിപാടി തീർത്തിട്ടുണ്ടായി. ഇതുണ്ടല്ലേ, ഉച്ചയാകുമ്പോഴത്തേക്കും തന്നെ ഏകദേശം ഇങ്ങെത്തി. ഇനി കുറച്ച് പട്ടിക കൂടി അടിക്കാനുള്ളൂ. അപ്പോൾ സ്പീഡ് പരിപാടി. കാരണം മേലോട്ടുള്ള ആകാശം നോക്കുമ്പോഴുള്ള സ്റ്റൈലാണ്. അത് വേറെ തന്നെ ഒരു ഫീലാണ്. കണ്ടോ, നോക്കറ ടവർ പോലെ തോന്നുന്നില്ല. ടവറല്ല, മറ്റേ വലിയ ലൈൻ പോകുന്നതാണ്. വലിയ ലൈൻ പോകുന്ന പിന്നെ ഇതാണ് പോസ്റ്റർ. അപ്പോൾ അതിൻ്റെ സൈഡ് അതുകൊണ്ട് തന്നെ നല്ല കാറ്റൊക്കെയുള്ള ഒരു ഏരിയയാണ്. കാരണം അത്യാവശ്യം ഓപ്പൺ ഒരു സ്പേസാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു എളുപ്പം മാത്രമേ നമുക്ക് ഈ സൈറ്റിൽ കിട്ടിയിട്ടുള്ളൂ. പട്ടികയുടെ പണി കഴിയുമ്പോൾ തന്നെ നമ്മൾ ഏകദേശം പാത്തിയുടെ വർക്കും കൂടി ചെയ്തിട്ടുണ്ട്. 2 സൈഡിലോട്ട് പിന്നെ വെള്ളം പോകുന്ന രീതിയിലാണ് പാത്തി, 8 ഇഞ്ചിൻ്റെ സ്ക്വയർ പാത്തി. ഇപ്രാവശ്യം നമ്മൾ പിന്നെ ഒരു വെറൈറ്റി പിടിച്ചിട്ടുണ്ട്. ഇപ്രാവശ്യം നമ്മൾ ബെസ്കാർഡിൻ്റെ പാത്തിയാണ് നമ്മൾ ഇവിടെ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വെറൈറ്റിയാണ്. നമ്മൾ സാധാരണ യൂറോ കാർഡ്, അക്വസ്റ്റാർ അങ്ങനെയുള്ള പാത്തികളായിരുന്നു കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഇവിടെ നമ്മൾ ബെസ്കാർഡിൻ്റെ 8 ഇഞ്ച് പാത്തിയാണ്. ബെസ്കാർഡിൻ്റെ പാത്തി നമ്മൾ 6 ഇഞ്ച് സിസ്റ്റം പോലെ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ 8 ഇഞ്ചിൻ്റെ പാത്തി നമ്മൾ ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. വലിയ കുഴപ്പമൊന്നുമില്ലാത്ത പാത്തിയാണ്. ഉച്ചയാകുമ്പോഴത്തേക്ക് തന്നെ നമ്മൾ ഏകദേശം ഈ കണ്ടീഷനിലേക്ക് വർക്കിനെ എത്തിച്ചിട്ടുണ്ട്. നമ്മൾ സ്പീഡ്, അതായത് 3-ാം ദിവസം വർക്ക് ഞാൻ പറഞ്ഞില്ല, ആദ്യം നേരത്തെ പറഞ്ഞ പോലെ വർക്ക് അത്യാവശ്യം സ്പീഡായി. ഇതിൻ്റെ എല്ലാം പണി നടക്കുന്നതോടെ തന്നെ പെയിൻറ്റ്, ടച്ചപ്പ് കാര്യങ്ങളെല്ലാം ആളുടെ എണ്ണം കൂടുതലുണ്ട്. അതിനനുസരിച്ചുള്ള സ്പീഡാണ് എല്ലാം ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീഡിൽ പാത്തിയും കൂടി വെച്ചിട്ട് ഉച്ച കഴിഞ്ഞ് വൈകുന്നേരത്തെ ആകുമ്പോഴത്തേക്കും കുറേ ഷീറ്റ് കയറ്റാനുള്ള, അപ്പോഴത്തേക്കും കുറച്ച് തണൽ വരുമല്ലോ. സന്ധ്യയോടുകൂടി കുറച്ച് ഷീറ്റ് അടിക്കാനുള്ള പ്ലാനും കൂടി നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഷീറ്റ് ഇടാൻ തുടങ്ങി അപ്പോഴത്തേക്കും 4 മണിയായി. 4 മണിയുടെ ചായ മസ്റ്റായിട്ട് നമുക്ക് ചായ കിട്ടിയിട്ടുണ്ട്. ഇവിടുന്ന് ഒരു ചായയെല്ലാം വെച്ച് നല്ല നമ്മൾ മേലെ കയറി നിൽക്കുമ്പോൾ നമ്മൾ ഇറങ്ങാനും തോന്നില്ല. കര കെട്ടി ചായയെല്ലാം മേലൊക്കെ എത്തിച്ച് 4 മണിയാകുമ്പോൾ ചായയെല്ലാം കിട്ടിയിട്ടുണ്ട്. അല്ലാതെ ഇത് നമ്മളതെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഷെഡായിട്ട് പോലും നമ്മൾ ഇവിടെയുള്ള പണിക്കാർ നമുക്കും കൂടി ചായ എല്ലാം വെച്ച് തരുക ചെയ്തിട്ടുണ്ടായത്. കാരണം അവരും അവിടുത്തെ പണിക്കാരാണ്. അവർ നമുക്ക് വേണ്ടി ചായ എല്ലാം വെച്ച് റെഡിയാക്കി തന്നിട്ടുണ്ടായിരുന്നു. കാരണം 4 മണിക്ക് രാവിലെ ഒന്നും കിട്ടില്ല. ബാക്കി ഫുഡ് കാര്യങ്ങളെല്ലാം നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്നത്. ചായ കാര്യങ്ങളെല്ലാം അവർ വെച്ച് കുടിക്കുന്ന സമയത്ത് നമുക്കും കൂടി തരുന്നുണ്ടായിരുന്നു. അപ്പോൾ വൈകുന്നേരം നമ്മൾ സ്പീഡിൽ പരിപാടി തീർന്നു. അപ്പോഴത്തേക്ക് അവർ പോയി. പിന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും തന്നെ നമ്മൾ ഏകദേശം ഷീറ്റെല്ലാം കയറ്റിയിട്ടുണ്ടായി. പിന്നെ അന്നത്തെ പണി നിർത്തിയിട്ട് പിന്നെ പിറ്റേ ദിവസം രാവിലെയാണ് നമ്മൾ വർക്കിന് വന്നിട്ടുള്ളത്. രാവിലെ കുറച്ച് ഷീറ്റ് സ്ക്രൂ ചെയ്യാനും പരിക്കാനും ഒക്കെ ആയിട്ടുള്ള കുറച്ച് പണികളേ ഉണ്ടായിട്ടുള്ളൂ. 4-ാം ദിവസം രാവിലെ തന്നെ ഒരു 10-11 മണിക്കുള്ളിൽ തന്നെ നമ്മുടെ ഏകദേശം വർക്കുകളെല്ലാം ഫിനിഷാക്കി നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ടായി. ഞാൻ ആദ്യം പറഞ്ഞില്ലേ 3 ദിവസം കൊണ്ട് തീർക്കണം എന്നുള്ള പ്ലാനിൽ നമ്മൾ വർക്ക് തുടങ്ങിയതാണ്. അപ്പം അത് 4-ാം ദിവസത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ മൊത്തം ചിലവ് കാര്യങ്ങളൊക്കെ വരുന്നത് ഏകദേശം ഒരു 3 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റാണ് ഇത് മൊത്തത്തിൽ നമ്മൾ ഇട്ടിരിക്കുന്നത്. അത്രയും വർക്ക് വരുന്നുണ്ട്. 3 ലക്ഷം രൂപ. അതായത് പിന്നെ വലിയ ഹെവി അല്ലാത്ത രീതിയിൽ ചെയ്തിരിക്കുന്ന ഒരു വർക്ക് ആയതുകൊണ്ടാണ് ആ റേറ്റിൽ നിന്നിട്ടുള്ളത്. അപ്പം നമ്മുടെ വർക്കെല്ലാം കഴിഞ്ഞപ്പം ഇനി പെയിൻറ്റ് എല്ലാം വെൽഡിങ് അടുത്തെല്ലാം ടച്ച് ചെയ്തു. പിന്നെ അതിൻ്റെ അടിവശത്തൊക്കെ നമ്മൾ കാണുന്നിടത്തെല്ലാം ഒന്ന് കുറേ പെളിയൊക്കെ ചെയ്തിട്ടില്ല. അതൊന്നും നമ്മൾ മേലേന്ന് അടിക്കുമ്പോൾ അങ്ങനെ മനസ്സിലാകുന്നുണ്ടായില്ല. വെയിലൊക്കെ ആയതുകൊണ്ട് ഷീറ്റ് ഇട്ട് കഴിയുമ്പോഴത്തേക്കും കുറേ സ്ഥലത്തെല്ലാം കാണാവുന്നിടത്തെല്ലാം നമ്മൾ രണ്ടാമത് വീണ്ടും ടച്ച് ചെയ്ത് റെഡിയാക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ തൂണിന് കാര്യങ്ങളെല്ലാം ചെയ്യാനുണ്ട്. പിന്നെ കോൺക്രീറ്റ് എല്ലാം പകുതിയെ നമ്മൾ ഇട്ടിട്ടില്ല. ഫുള്ള് പരിപാടിയൊന്നും തീർന്നിട്ടില്ല. അതിൻ്റെ വർക്ക് ഉണ്ടായിന്. അല്ല നമ്മൾ രാവിലെ തന്നെ
ചെയ്ത് പിള്ളേർ രാവിലെ തന്നെ ചെയ്യുന്നുണ്ടായിരുന്നു. ബാക്കി ഷീറ്റിൻ്റെ പണിയെല്ലാം നടക്കുന്ന സമയത്ത് തന്നെ പെയിൻറ്റ് ടച്ചപ്പാണ് ലാസ്റ്റത്തെ ഫിനിഷിങ്. അത് മെയിനാണ്. കാരണം രണ്ടാമത് ടച്ച് ചെയ്യുക എന്നുള്ളത് ചെയ്തില്ലേ പിന്നെ അതുകൊണ്ടുള്ള ഗുണമില്ലല്ലോ. പെയിൻറ്റൊക്കെ കുറേ ഒരഞ്ഞു പോകും എന്തായാലും കയറ്റുമ്പോഴത്തേക്ക്. പിന്നെ പ്രൈമർ മാത്രമേ അടിച്ചിട്ടുള്ളൂ. പെയിൻറ്റിങ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. കാരണം ഭാവിയിൽ എത്ര കാലം അങ്ങനെയൊന്നുള്ള പ്ലാനൊന്നും ഇല്ലാത്തൊരു ഷെഡല്ലേ. അപ്പം വർക്ക് ഫുള്ള് ഏകദേശം ഫിനിഷായി. ഇനിയിപ്പം സ്കാഫോൾഡിങ് എനിക്ക് പിന്നെ എല്ലാം അഴിക്കണം, പിന്നെ പോകണം. അപ്പം 4 ദിവസം ഇതാണ്. 4 ദിവസം തന്നെ 10 മണിയാകുമ്പോഴത്തേക്ക് തന്നെ ഏകദേശം വർക്ക് കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇനി ഇവിടെ എന്തോ ചെറിയ വർക്കും കൂടിയുണ്ട്. എന്താണെന്നുള്ളത് കറക്റ്റ് കുറച്ച് കച്ചറ വർക്കുകൾ ഉണ്ടാകും. എല്ലായിടത്തും ചെന്ന് കഴിയുമ്പോഴും ഉണ്ടാവുമല്ലോ ഇതുപോലെയുള്ള ചെറിയ ചെറിയ എന്തെങ്കിലും കുണിച്ചിട്ട് പിടിച്ച വർക്കുകൾ. അങ്ങനെ കുറച്ച് വർക്കും കൂടി ഉണ്ട്. അപ്പോഴത്തേക്കും ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം ആവും. എങ്ങനെയാണെങ്കിലും എവിടെ ചെന്നാലും എത്ര നേരത്തെ തീർന്നാലും നമ്മുടെ പണി തീരുന്ന സമയം വൈകുന്നേരമാണ്. അതെല്ലാവർക്കും അനുഭവം ഉണ്ടാവും. എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ തട്ടിമുട്ടി വീട്ടുകാരാണെങ്കിലും വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ ചെന്നാലും പാർട്ടി പറയും ഓരോരോ എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ള കുനിഷ്ട് വർക്കുകൾ. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ വർക്ക് ഇഷ്ടമായെന്ന് എഴുതുന്നു. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഇതുപോലെയുള്ള വർക്കിൻ്റെ വീഡിയോസ് ഇനിയും കാണുന്നതിന് വേണ്ടി നമ്മൾ സബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ഓണാക്കാൻ മറന്നിട്ടുള്ളവർ അതൊന്നും കൂടി ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ കമൻറ്റ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ചോദിക്കാൻ അതിനുള്ള മറുപടി തരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വർക്ക്. അപ്പോൾ ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ പലർക്കും ഈ 3-4 ദിവസം നോക്കിയുള്ള പറഞ്ഞതിനുള്ള പ്രശ്നങ്ങളുണ്ടാകും കേട്ടോ. അതിനെക്കാട്ടും സ്പീഡിൽ തീർക്കുന്നവരുണ്ടാവും. അതൊക്കെ ഓരോരാളുടെ കാഴ്ചപ്പാടും സ്പീഡും പോലെ ഇരിക്കും. നമ്മൾ ഈ വർക്ക് ഇത്രയും ദിവസം എടുത്തിട്ടുണ്ട്. 4-ാം ദിവസം നമ്മൾ ഉച്ചയാകുമ്പോഴത്തേക്കാണ് തീർത്തിട്ടുള്ളത്.